we have a theorem. Let a and b be positive integers and r be the remainder obtained when a is divided by b. Then GCD of a and b equal to GCD of b and r. That is, we have two numbers, two positive integers, a and b. When a is divided by b, a ne b kondu divide cheyyumbol we get the remainder r. Then we have to prove that the GCD of a and b and GCD of b and r is equal. So for this we have two positive integers and b, and r is the remainder when a is divided by b. Then by division algorithm we can write a is equal to some b cube plus r, where 0 less than or equal to r less than b. By division algorithm you already studied. We take let d equal to GCD of a and b. A ടെയും b ടെയും GCD d ആണെന്ന് suppose ചെയ്യുക. Then by definition of GCD, d divides a and d divides b. d എന്ന് പറയുന്നത് a യുടെയും b യുടെയും കോമൺ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ d divides a യും d divides b ആണെങ്കിൽ നമുക്കറിയാം d എന്ന് പറയുന്നത് a യുടെയും b യുടെയും ഏതൊരു കോമ്പിനേഷനെയും ഡിവൈഡ് ചെയ്യും. ജനറലി നമ്മൾ d divides a x plus by, എക്സും വൈയും ഏത് രണ്ട് ഇൻറ്റിജേഴ്സും ആവാം. സോ d divides a ആണ്, d divides b ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ മൈനസ് ക്യൂ എന്നെടുക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് 1 എന്നെടുക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് മൈനസ് ക്യൂ എന്നെടുക്കുക. സോ വി ഗെറ്റ് d divides a plus minus q into b. That is, d divides a minus qb. a minus qb എന്ന് പറഞ്ഞാൽ എന്താ? a equal to b q plus r ആണ്. അപ്പോൾ a minus qb എന്ന് പറഞ്ഞാൽ r എന്ന് കിട്ടും. That is, d divides r. So we get d divides a ആണ്, d divides b ആണ്. Now we get d divides r. So ഇത് രണ്ടും എടുക്കുക. d divides b and d divides r. That is, d is the common divisor of d is a common divisor of b and r. നമുക്ക് GCD of a b equal to d ആണെന്ന് എടുത്തത്. ഇനി GCD of b r equal to d എന്ന് തന്നെ പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി, എന്താണ്? GCD ആവാൻ കോമൺ ഡിവൈസർ ആവണം. d എന്ന് പറയുന്നത് b യുടെയും r-ൻ്റെയും കോമൺ ഡിവൈസർ ആണ്. ഇനി എന്തുകൂടെ പ്രൂവ് ചെയ്യണം? കോമൺ ഡിവൈസറിൽ ഏറ്റവും വലുതാണ് d എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അനദർ ഡിവൈസർ എടുത്തു. സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് c divides b and c divides r. ഇനി c ലെസ് ദാൻ ഓർ ഈക്വൽ ടു d ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് d ആണ് GCD എന്ന് പറയാം. c divides b and c divides r. ഇനി നേരത്തെ പോലെ തന്നെ ബീനെയും ഡിവൈഡ് ചെയ്യും, ആറിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനെയും ഡിവൈഡ് ചെയ്യും. സോ c divides b q plus r. ബീനെ ഡിവൈഡ് ചെയ്യുന്നു, ആറിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ b q plus r. എക്സിൻ്റെ സ്ഥാനത്ത് q എന്നും വൈയുടെ സ്ഥാനത്ത് 1 എന്നും എടുത്തു. c divides b q plus r. ഈ b q plus r എന്ന് പറഞ്ഞാൽ എന്താ? a is equal to b q plus r നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. c divides a. സോ c divides b, c divides r. Now we get c divides a. നമുക്കറിയാം a യുടെയും b യുടെയും GCD എന്താണ്? d ആണ്. ദാറ്റ് മീൻസ് d എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോമൺ ഡിവൈസറാണ്. അപ്പോൾ c ഇവിടെ വീണ്ടും ഇപ്പോൾ നമുക്ക് കിട്ടി, a യുടെയും b യുടെയും വേറൊരു കോമൺ ഡിവൈസറാണ് c എന്ന് കിട്ടി. സോ ഏറ്റവും വലുത് d ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? c ലെസ് ദാൻ ഓർ ഈക്വൽ ടു d. സോ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം കൺസിഡർ ചെയ്യുക. d divides b, d divides r. If c divides b and c divides r, then c less than or equal to d. ഇപ്പോൾ കിട്ടിയത്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ we get GCD of b and r is equal to d. That is equal to GCD of a and b. So that is the proof. Now we have an illustration for this theorem. That is, consider a equal to 120, b equal to 28. GCD of a and b. 120ൻ്റെയും 28ൻ്റെയും GCD we get 4. 4 ആണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ആൻഡ് വെൻ 120 ഈസ് ഡിവൈഡ് ബൈ 28, 120നെ
28 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് റിമൈൻഡർ r is equal to 8 എന്ന് കിട്ടും. സോ GCD ഓഫ് B ആൻഡ് R എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ 28 ആൻഡ് 8 28ൻ്റെയും 8ൻ്റെയും GCD 4. നേരത്തെ കിട്ടിയത് GCD ഓഫ് AB 4 ആണ്. നൗ GCD ഓഫ് BR equal to also 4. GCD of AB equal to 4 and GCD of BR also equal to 4. That is an illustration. So ഒരു രണ്ട് നമ്പറിൻ്റെ GCDയും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് തരുന്ന ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, B കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ കിട്ടുന്ന റിമൈൻഡറിൻ്റെ GCDയും സെയിം ആയിരിക്കും. നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. ഇറ്റ് ഈസ് വി ഹാവ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി. എയും ബിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. സച്ച് ദാറ്റ് GCD ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും GCD D ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് GCD ഓഫ് എ ആൻഡ് എ മൈനസ് ബി ഈക്വൽ ടു സെയിം D. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ GCDയും അതിലൊരു നമ്പറും ആ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ GCD എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് GCD ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു D ആണ്. സോ ബൈ ഡെഫിനിഷൻ D ഡിവൈഡ്സ് എ ആണ്, D ഡിവൈഡ്സ് ബി ആണ്. അപ്പോൾ D ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ ഡിവിസിബിലിറ്റിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് D, M ഇൻറ്റു D എന്ന് എഴുതുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് B ഈക്വൽ ടു N ഇൻറ്റു D, വേർ M ആൻഡ് N ആർ ഇൻറ്റിജേഴ്സ്. അങ്ങനെയുള്ള ഒരു M N കണ്ടുപിടിക്കാൻ പറ്റും ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റി. നൗ എ മൈനസ് ബി ആണല്ലോ നമുക്ക് വേണ്ടത്, എ മൈനസ് ബി അല്ലേ വേണ്ടത്. അപ്പോൾ എ മൈനസ് ബി കണ്ടുനോക്കാം. എ മൈനസ് ബി ഈക്വൽ ടു എം ഡി മൈനസ് എൻ ഡി. അപ്പോൾ ഡി കോമൺ ആയിട്ട് എടുത്താൽ ഡി ഇൻറ്റു എം മൈനസ് 1 എന്ന് കിട്ടും. വേർ എമ്മും എന്നും സെഡിലാണെന്ന് നമ്മൾ എടുത്തു. അപ്പോൾ അതുകൊണ്ട് എം മൈനസ് എൻ എന്തായിരിക്കും, രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഡിഫറൻസ് ഇൻറ്റിജേഴ്സിൽ തന്നെ ഉണ്ടായിരിക്കും. സോ വി ഗെറ്റ് എ മൈനസ് ബി ഈക്വൽ ടു എം മൈനസ് എൻ ഇൻറ്റു ഡി. ഇത് ഡിവിസിബിലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ, ഡെഫിനിഷൻ തിരിച്ച് അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് D ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് കിട്ടും. കാരണം എ മൈനസ് ബീനെ ഡിയുടെ മൾട്ടിപ്പിളാക്കി എഴുതാൻ പറ്റും. സോ D എ മൈനസ് ബീനെ ഡിവൈഡ് ചെയ്യും. സോ വി ഗെറ്റ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, GCD ഓഫ് എ ആൻഡ് എ മൈനസ് ബി. അപ്പോൾ D ഡിവൈഡ്സ് എ എന്ന് കിട്ടി. ഇപ്പോൾ എന്ത് കിട്ടി, തൊട്ട് മുമ്പ് D ഡിവൈഡ്സ് എ മൈനസ് ബി എന്നും കിട്ടി. അതായത് D എന്ന് പറയുന്നത് എയുടെയും എ മൈനസ് ബിയുടെയും കോമൺ ഡിവൈസറാണ്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, വേറൊരു കോമൺ ഡിവൈസർ ഉണ്ടെങ്കിൽ അത് ഈ ഡീനേക്കാളും ചെറുതാണ്. D ആണ് ഏറ്റവും വലിയ കോമൺ ഡിവൈസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീനെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ GCD എന്ന് പറയാം. സോ വി ടേക്ക് അനദർ കോമൺ ഡിവൈസർ ലെറ്റ് C ഡിവൈഡ്സ് എ ആൻഡ് C ഡിവൈഡ്സ് എ മൈനസ് ബി. C divides A and C divides A minus B. Then by divisibility property അനുസരിച്ച് C divides A ആണെങ്കിൽ A equal to some PC എന്ന് എഴുതാം. അതുപോലെ ഇവിടെ A minus B equal to some QC എന്ന് എഴുതാം. P and Q are integers, some integers. So ഇതിൻ്റെ ഡിഫറൻസ് കാണാം. A minus B എന്ത് വരും, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ പി സി മൈനസ് ക്യു സി എന്ന് വരും. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയും എയും ക്യാൻസൽ ചെയ്തു ബി മാത്രമേ ഉണ്ടാവും. ഇവിടെ സി കോമൺ ആണ്, പി മൈനസ് ക്യു. സോ ബി ഈക്വൽ ടു സി ഇൻറ്റു പി മൈനസ് ക്യു എന്ന് കിട്ടും. അതായത് ബി എന്ന് പറയുന്നത് സിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് C divides B എന്ന് കിട്ടും. C by property അല്ലെങ്കിൽ definition of divisibility B is a multiple of C എന്ന് പറഞ്ഞാൽ C divides B. So C എന്ന് പറയുന്നത് ബീനെയും ഡിവൈഡ് ചെയ്യും. നമ്മൾ C എനെ ഡിവൈഡ് ചെയ്യും, അതുപോലെ C എനെ ഡിവൈഡ് ചെയ്യും, എ മൈനസ് ബീനെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. C divides A and C divides A minus B. Now we get C divides B. അപ്പോൾ C എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കോമൺ ഡിവൈസറാണ്. എയുടെയും ബിയുടെയും GCD D ആണ്. അതുകൊണ്ട് C എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു D ആയിരിക്കും. സോ വി ഗെറ്റ് C divides A,
C divides B, then C less than or equal to D. Then ഇത് രണ്ടും എടുക്കുക. C divides A, C divides A minus B. Now we get C less than or equal to D. Therefore, D equal to സിയുടെ ഡി എന്ന് പറയുന്നത് എയുടെയും എ മൈനസ് ബിയുടെയും കോമൺ ഡിവൈസറാണ്. നമ്മൾ വേറൊരു കോമൺ ഡിവൈസർ സി എടുത്തു, അപ്പോൾ അത് സി ഡിനേക്കാൾ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ കോമൺ ഡിവൈസർ ഡി ആണ്. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു GCD ഓഫ് എ ആൻഡ് എ മൈനസ് ബി. സോ ഇത് തന്നെയാണ് എന്ത് GCD ഓഫ് എ ആൻഡ് ബി നമ്മൾ ഫസ്റ്റിൽ സപ്പോസ് ചെയ്തത്. സോ രണ്ട് നമ്പേഴ്സിൻ്റെ GCDയും അതിലൊരു നമ്പറും ആ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ GCDയും സെയിം ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് another important theorem. Let a and b be positive integers for a positive integer d, where d equal to GCD of a and b, if and only if d divides a and d divides b. Whenever c divides a and c divides b, then c divides d. അതായത് ഇത് GCDയുടെ വേറൊരു രൂപത്തിലുള്ള ഡെഫിനിഷനാണ്. നമ്മൾ GCDയുടെ ഡെഫിനിഷൻ പറയാറ് എങ്ങനെയാണ്? എയുടെയും ബിയുടെയും GCD ആണ് ഡി എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഡെഫിനിഷൻ പറയാറ് രണ്ട് കണ്ടീഷനാണ്. ഡി ഡിവൈഡ്സ് എയും ഡി ഡിവൈഡ്സ് ബിയും. ഡിനെയും എനെയും ബിനെയും ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തത് മറ്റൊരു ഡിവൈസർ ഉണ്ടെങ്കിൽ ഇഫ് സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി, ദെൻ സി ചെറുതായിരിക്കണം ഡിനേക്കാൾ. ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇതിലൊരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സെറ്റുകളിലും ഇപ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്താലും രണ്ട് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കളക്ഷനിൽ സെറ്റുകളിൽ മാത്രമേ നമുക്ക് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറയാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ, ഇപ്പോൾ 1+i 1 - i, ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളിൽ നമുക്ക് GCD പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാനും ഗ്രേറ്റ് ദാനും ഒന്നും കോംപ്ലക്സ് നമ്പർ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകളിൽ നമുക്ക് ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് GCD കണ്ടുപിടിക്കാം. GCDയിലെ ഈ ഡെഫിനിഷനാണ് അവിടെ അപ്ലൈ ചെയ്യുക. ഡെഫിനിഷൻ പറയുന്ന ഒന്നുമല്ല, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. ഡി എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറുകളുടെ GCD ആണെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ സെയിം ആണ്. ഡി ഡിവൈഡ്സ് എ ഡി ഡിവൈഡ്സ് ബി. എനെയും ബിനെയും ഡിവൈഡ് ചെയ്യണം, കോമൺ ഡിവൈസർ ആയിരിക്കണം. രണ്ടാമത്തത് ഇഫ് സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി. ആ പകുതിയും ആദ്യത്തെ ഡെഫിനിഷനുള്ളതാണ്. സി എന്ന് പറയുന്നത് അനദർ ഡിവൈസർ ആണെങ്കിൽ സി ഡിവൈഡ്സ്, സി എന്തിനെ ഡിവൈഡ് ചെയ്യണം? ഡിനെ ഡിവൈഡ് ചെയ്യണം. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം നമുക്ക്. എയും ബിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. ഡി എന്ന് പറയുന്നത് GCD ഓഫ് എ ആൻഡ് ബി ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ദെൻ ബൈ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഡി ഡിവൈഡ്സ് എ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നാണ്. ആ പേരിൽ തന്നെ ഉണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡി ഡിവൈഡ്സ് എ ഡി ഡിവൈഡ്സ് ബി. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ്. ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത് അതാണ്, ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഡി ഡിവൈഡ്സ് എയും ഡി ഡിവൈഡ്സ് ബിയും ആണെങ്കിൽ നമുക്കറിയാം ഡീനെ നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തിരുന്നു. ഡീനെ നമുക്ക് AX + BY GCDനെ ആ രണ്ട് നമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും, വേർ X and Y ബിലോങ്സ് ടു Z. ഇനി ഇഫ് നമ്മളൊരു സി എടുക്കുകയാണ്, ഇഫ് സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി, ദെൻ നമുക്കറിയാം രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ അവയുടെ കോമ്പിനേഷനെയും ഡിവൈഡ് ചെയ്യും. സി ഡിവൈഡ്സ് AX + BY. എക്സും വൈയും ഇൻറ്റിജേഴ്സാണ്. ദാറ്റ് ഇംപ്ലൈസ് സി ഡിവൈഡ്സ് AX + BY എന്ന് പറഞ്ഞാൽ എന്താ? AX + BY എന്ന് പറഞ്ഞാൽ ഡി ആണ്. സി ഡിവൈഡ്സ് ഡി. സോ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ. അപ്പോൾ ഡി എന്ന് പറയുന്നത് GCD ആണെന്ന് സപ്പോസ് ചെയ്തു. ഈ രണ്ട് കണ്ടീഷനും പ്രൂവ് ചെയ്തു, ഒന്നാമത്തെയും രണ്ടാമത്തെയും. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡി GCD ആണെങ്കിൽ ഈ രണ്ട് എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി തിരിച്ച് എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡി എന്താവണം? GCD ആവണം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇനി അത് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഡി ഡിവൈഡ്സ് എ, ഒന്നാമത്തെ സപ്പോസ് ചെയ്യുക ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. ആൾസോ
രണ്ടാമത്തെ എന്തായിരുന്നു? ഇഫ് സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി ദെൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ഇത് രണ്ടും സപ്പോസ് ചെയ്തു. ഇനി ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ആൻഡ് ബി. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എയുടെയും ബിയുടെയും ജി സി ഡി ആണ് ഡി എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഇത് തന്നെയാണ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമുക്ക് സപ്പോസിഷൻ തന്നെ കിട്ടും. ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. അത് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇഫ് സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി ദെൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് സി ഡിവൈഡ്സ് എയും സി ഡിവൈഡ്സ് ബിയും ആണെങ്കിൽ സി ഡിവൈഡ്സ് ഡി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ സപ്പോസിഷനിലുള്ളതാണ്. സി ഡിവൈഡ്സ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി ഡിയുടെ ഡിവൈസറാണ് എന്നാണ്. സി എന്ന് പറയുന്നത് ഡിയുടെ ഡിവൈസറാണ്. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എപ്പോഴും ചെറുതായിരിക്കണം. ഇപ്പോൾ 2 ഡിവൈഡ്സ് 4 എന്ന് എഴുതാം. പക്ഷേ 2 ഡിവൈഡ്സ് 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 മാറ്റിയിട്ട് ഒരു 8 ആക്കുന്നുണ്ട്. കാരണം അവിടെ 2 × 2 തന്നെ എഴുതുമ്പോൾ ഏത് 2 ആണെന്നുള്ള കൺഫ്യൂഷൻ വരണ്ട എന്ന് വരേണ്ടതാണ്. 2 ഡിവൈഡ്സ് 8. അപ്പോൾ 8നെ നമുക്ക് 2 × 4 എന്ന് എഴുതാം. പക്ഷെ അത് തിരിച്ച് 8 ഡിവൈഡ്സ് 2 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? 2നെ നമുക്ക് 8 × ഒരു നമ്പർ എന്ന് എഴുതാൻ പറ്റില്ല, ഇൻറ്റീജർ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇൻറ്റീജേഴ്സ് ആവണം. കാരണം എന്താ? 2 എന്ന് പറയുന്നത് ഒരിക്കലും 8ൻ്റെ മൾട്ടിപ്പിൾ ആവില്ല. കാരണം 8 എന്ന് പറയുന്നത് 2നേക്കാൾ വലുതാണ്. സോ ഒരു നമ്പർ സി ഡിവൈഡ്സ് ഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും സി എന്തായിരിക്കും? ആ ഡിവൈസർ എപ്പോഴും ആ നമ്പറിനേക്കാൾ ചെറുതായിരിക്കും. എന്നാലേ ഡിവൈഡ് ചെയ്ത് പോവുള്ളൂ. സി ഡിവൈഡ്സ് ബി ഡി ഇംപ്ലൈസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. സോ എന്ത് കിട്ടും? സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി ദെൻ സി ഡിവൈഡ്സ് ഡി എന്നാണ് നമ്മൾ സപ്പോസിഷൻ. ആണെന്ന് എന്ത് കിട്ടും? സി ഡീനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ സി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ദാറ്റ് ഈസ് if there exists a common divisor c for a and b. c divides a യും c divides b ആണെങ്കിൽ c less than or equal to d. That is d equal to gcd of a and b എന്ന് കിട്ടും by the definition of GCD. So the theorem is true. Thank you.